ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ പ്രോബ്ലംസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഒരു 4-5 പ്രോബ്ലംസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x² - 10x + 16 = 0. ആദ്യം നമ്മൾ ഇത് ക്വാഡ്രാറ്റിക് ഫോമിലാണോ എന്ന് നോക്കണം അല്ലേ. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ax² + bx + c = 0. ഈ ഫോമിലല്ലേ അല്ലേ? a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് -10 ആണ്, c എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിൽ ആദ്യം ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് എയും ബിയും സിയും ഒന്ന് എടുത്ത് എഴുതാം അല്ലേ. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? -10 ആയിരിക്കണം. സെയിം നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 × 16 16 ആയിരിക്കും അല്ലെ. സം എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? ബി കിട്ടണം. ബി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? -10 അല്ലെ. സെയിം നമ്പറിന്റെ പ്രൊഡക്റ്റ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടണം? a × c. a × c എന്ന് പറയുന്നത് ഇവിടെ 1 × 16 ആണ് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടണം. ഏതെങ്കിലും രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? -10 കിട്ടണം. ആ സെയിം നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയും കിട്ടണം? 16 കിട്ടണം. അങ്ങനെയുള്ള നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നോക്കാം. ഇപ്പോൾ 1 × 16 അല്ലെ, 1ഉം 16 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 × 16 16 ആണ്. പക്ഷെ ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടില്ല? -10 കിട്ടില്ല. ഇനി 4ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 16 ആണ് കിട്ടുക. 4 × 4 16 ആണ് കിട്ടുക. പക്ഷെ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുള്ളൂ? 8 കിട്ടുള്ളൂ അല്ലെ. ഇനി നോക്കാം, 8ഉം 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 × 8 16 അല്ലേ? ആണ്. 2 × 2 8 + 2 എത്ര കിട്ടും? 8 + 2 എന്നാൽ 10 കിട്ടുക. -10 കിട്ടൂല. പക്ഷെ -10 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും മൈനസ് ചെയ്താൽ മതി അല്ലെ. രണ്ടും മൈനസ് സൈൻ ചെയ്ത് കൊടുത്താൽ -10 ആയില്ലേ. -2 + -8 രണ്ട് ഒരേ സൈൻ വരുമ്പോൾ നമ്മൾ മൈനസ് ചിഹ്നമാണ് ഇടുക. -10 കിട്ടും. രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക? 16 ആണ് കിട്ടുക അല്ലെ. രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ് വരിക. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ കിട്ടി. ഏതൊക്കെയാ? -8ഉം ഇതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. -8ഉം -2 അല്ലെ. അപ്പൊ നമ്മൾ നേരെ ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഇതാ? x - 8 × മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാക്കി മാറ്റി അല്ലെ. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റാണ്. x - 8 × x - 2 = 0. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഇതേപോലെ ആക്കിയത്. ഇവിടെ a ആണെങ്കിൽ മാത്രമാണ് നമ്മൾ നേരിട്ട് ഇങ്ങനെ എഴുതുക കേട്ടോ. ഇവിടെ സോറി, a = 1 ആകുമ്പോൾ a 1 ആകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇതാണ് കിട്ടുക. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോളൂ കേട്ടോ. എക്സ് ഇങ്ങനെയാണ്. ഈ ഒരു കാര്യം സിംപ്ലിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. x × x ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റുന്ന രൂപം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിയാണല്ലേ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. x × x x², രണ്ട് ബ്രാക്കറ്റ് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രൂപമാണ് കേട്ടോ. x × x x². എന്നിട്ട് ഇതേ നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങോട്ട് x × -2 -2x അല്ലെ. എന്നിട്ട് രണ്ടാമത്തത് ഇത് ഇവിടെ -8 × x എത്രയാണ് വരിക? -8x. ഇതിനെ ഇങ്ങോട്ട് പിന്നെ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -8 × -2 എന്ന് പറയുന്നത് -8 × -2 എന്ന് പറയുന്നത് +16 അല്ലെ. +16 വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ -2x ഉം -8x എന്ന് പറഞ്ഞാൽ -10x അല്ലേ. x² - 10x + 16 = 0 അല്ലേ. അതല്ലേ ഇത് അല്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താക്കി മാറ്റിയത്? ഇങ്ങനെ ആക്കി മാറ്റിയത് ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് തന്നെ കിട്ടുക. അപ്പൊ ഇതിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, ഫാക്ടറൈസേഷൻ മെത്തേഡിൽ. അപ്പൊ എന്റെ സ്ഥാനത്ത് 1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് തന്നെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതെന്താണ്? a × b = 0 എന്നൊരു ഫോർമാറ്റ് അല്ലേ. a × b = എന്ന ഫോർമാറ്റിലാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് 0 ആകുമ്പോഴാണ് റിസൾട്ട് 0 ആവുന്നത്.
ഒന്നുകിൽ എ 0 ആവാം അല്ലെങ്കിൽ ബി 0 ആവാം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ x മൈനസ് 8 0 ആവാം അല്ലെങ്കിൽ x മൈനസ് 2 0 ആവാം. അതുകൊണ്ട് x മൈനസ് 8 is equal to 0 or x മൈനസ് 2 is equal to 0 ആവാം. അപ്പൊ x is equal to എന്താവും? മൈനസ് 8 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 8 ആവും. x is equal to 8 or x is equal to 2. x is equal to 8 ആവാം അല്ലെങ്കിൽ x equal to 2 ആവാം. അപ്പൊ ഇത് രണ്ട് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലേ, ഈ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 16. അപ്പൊ നമുക്ക് കിട്ടിയ 8ഉം 2ഉം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. നമുക്ക് അടുത്ത പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 10 is equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് എയും ബിയും സിയും ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബി എത്രയാണ്? 3 അല്ലേ? സി എന്ന് പറയുന്നത് മൈനസ് 10 ആണ് കേട്ടോ. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 3 കിട്ടണം. ആ രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? എ ഇൻറ്റു സി കിട്ടണം. എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 10 മൈനസ് 10 കിട്ടണം അല്ലേ. സം എന്ന് പറയുന്നത് 3 കിട്ടണം. ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിട്ടണം. ദെൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു മൈനസ് 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 10 കിട്ടണം അല്ലേ. ആഡ് ചെയ്താൽ 3 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 10 കിട്ടണം. അങ്ങനെയുള്ള നമ്പർ നോക്കാം. ഇപ്പോൾ 1 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് 1 ഇൻറ്റു മൈനസ് 10 ചെയ്താൽ മൈനസ് 10 കിട്ടും. പക്ഷേ 2 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടില്ല അല്ലേ. ഇപ്പോൾ 2ഉം 5 എടുക്കുകയാണെങ്കിൽ 2 മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 2ഉം പ്ലസ് 5 ആണ്. 2 ഇൻറ്റു 5 10 ആണ്. മൈനസ് 10 അല്ലേ വരിക. ഇതിൽ ഏതെങ്കിലും ഒന്ന് മൈനസ് ആവും അല്ലേ. മൈനസ് 2ഉം പ്ലസ് 5 ആണെങ്കിൽ എന്താണ്? മൈനസ് 10 അല്ലേ. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ മൈനസ് ആണ് ആൻസർ വരിക. മൈനസ് 2ഉം പ്ലസ് 5ഉം 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 10 കിട്ടും. then ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടുന്നുണ്ടോ നോക്കാം. മൈനസ് 2 പ്ലസ് 5 മൈനസ് 2 ചെയ്താൽ എത്ര കിട്ടും? പ്ലസ് 3 കിട്ടൂലേ. അപ്പൊ നമ്മൾ മൈനസ് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ കിട്ടില്ല, മൈനസ് 10 കിട്ടും. പക്ഷെ നമ്മളിവിടെ മൈനസ് 2 മൈനസ് 5 ആണെങ്കിൽ മൈനസ് 3 ആണ് വരിക കേട്ടോ. അപ്പോൾ മൈനസും പ്ലസും നോക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരിക. മൈനസ് 2ഉം 5 ആണ് ഫാക്ടേഴ്സ് വരിക. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5 അല്ലേ. എക്സ് മൈനസ് 2ഉം എക്സ് പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതുകൊണ്ട് ഇതിലേതിലൊന്ന് 0 എന്നല്ല മീനിങ്. ഒന്നില്ലെങ്കിൽ എക്സ് മൈനസ് 2 0 ആവാം ഓർ എക്സ് പ്ലസ് 5 0 ആവാം. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ എത്ര വരിക? 2 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5 ആണ് വരിക. ഇവിടെ മൈനസ് 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 2 ആവും വരും. ഇവിടെ പ്ലസ് 5 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 5 ആയിട്ട് വരും. കൃത്യമായ രീതിയിൽ മനസ്സിലായാലും എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. തേർഡ് വൺ. ഇവിടെ എന്താണ്? എ നമുക്ക് A1 ആണ്, ബി എന്ന് പറയും മൈനസ് 1 ആണ്, സി എന്ന് പറയുന്നത് മൈനസ് 30 ആണ് കേട്ടോ. അപ്പൊ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? മൈനസ് 1 കിട്ടണം. സം എന്ന് പറയുന്നത് ബി ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബി എത്രയാണ്? മൈനസ് 1 ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ഇൻറ്റു സി 1 ഇൻറ്റു മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 30 കിട്ടണം അല്ലേ. എന്താണ്? മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 30 കിട്ടണം, ആഡ് ചെയ്താൽ മൈനസ് 1 കിട്ടണം. ഓക്കെ, അപ്പോൾ 1ഉം മൈനസ് 30 ചെയ്താൽ മൈനസ് 30 ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക, ആഡ് ചെയ്യുമ്പോൾ കിട്ടില്ല അല്ലേ. മറ്റൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലോ 5ഉം 6ഉം നോക്കുകയാണെങ്കിൽ 5ഉം 6ഉം 5 ഇൻറ്റു 6 30 ആണ്. പ്ലസ് 30 അല്ല, മൈനസ് 30 കിട്ടണം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് മൈനസ് ആണ് വരിക. അപ്പോൾ മൈനസ് 5 പ്ലസ് 6 ആണെങ്കിൽ മൈനസ് 30 കിട്ടും. ഇവിടെ മൈനസ് 5 ആണെങ്കിൽ എങ്ങനെ വരിക? 6 മൈനസ് 5 പ്ലസ് 1 അല്ലേ വരുള്ളൂ. ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് പ്ലസ് 1 ആണ് വരിക. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 6ന് മൈനസ് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ മൈനസ് 6ഉം 5 ആണ് നമുക്ക് കിട്ടുക. 5 ഇൻറ്റു മൈനസ് 6 മൈനസ് 30 ആണ് വരിക. ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 മൈനസ് 5 അല്ലേ. വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിട്ടാൻ വിട്ടാൽ മതി. അപ്പൊ 6 മൈനസ് 5 എന്ന് പറയുന്നത് 1 ആണ്, വലുത് മൈനസ് ആണ് അല്ലേ. അപ്പൊ മൈനസ് 1 കിട്ടിയാലോ. അപ്പൊ ഏതൊക്കെയാ ഫാക്ടേഴ്സ്? മൈനസ് 6ഉം 5 ആണ് ഫാക്ടേഴ്സ്. അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.
അതുകൊണ്ട് എക്സ് മൈനസ് 6 0 ആവാം, ഓർ എക്സ് പ്ലസ് 5 0 ആവാം. എക്സ് ഈസ് ഈക്വൽ ടു -6 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +6 ആയിട്ട് മാറും, ഓർ എക്സ് ഈസ് ഈക്വൽ ടു ഈ +5 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -5 ആയിട്ട് മാറും. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. 2x² + 7x + 3 = 0. ഇവിടെ A2 ആണ് കേട്ടോ. അപ്പോൾ എയും ബിയും സിയും ഒന്ന് എടുത്ത് എഴുതാം അല്ലേ. അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എത്ര ആവണം? 7 ആവണം. ദെൻ ആ സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം? 2 × 3 കിട്ടണം, 6 എന്ന് കിട്ടും അല്ലേ. സം എന്ന് പറയുന്നത് ബി ആണ്, ബി എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്. ദെൻ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ × സി കിട്ടണം. എ എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്, എന്ന് പറഞ്ഞാൽ 6 കിട്ടണം അല്ലേ. അപ്പോൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. ദെൻ ആ സെയിം നമ്പർ ആഡ് ചെയ്താൽ 7 കിട്ടണം അല്ലേ. അങ്ങനെ നമ്പർ ഇവിടുന്ന് ഈസി ആയിട്ട് തന്നെ കിട്ടും. 1 ഉം 6 അല്ലേ. 1 × 6 6 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഉം 6 ഉം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്റെ സ്ഥാനത്ത് 2 ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് x+1 ദെൻ x+2 എന്ന് എഴുതരുത്, തെറ്റിപ്പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ആക്കണം. അപ്പൊ എങ്ങനെയാ നോക്കാം? 2 സ്പ്ലിറ്റ് ആക്കണം നോക്കുള്ളൂ കേട്ടോ. 2x² ഈ 7x നമുക്ക് ഇങ്ങനെയാണ് എഴുതുക, +x + 6x. ഓക്കെ, +x + 6x + 3 = 0. അപ്പോൾ എന്ന് പറഞ്ഞാൽ 6x ഉം 1x ഉം കൂടി 7x അല്ലേ. അപ്പൊ അതിനെ ഇങ്ങോട്ട് 2 ആക്കി മാറ്റി എന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കാം, ഇതിനെ മറ്റൊരു ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ 2x² + x ഒരു ഗ്രൂപ്പ് ആക്കാം. ദെൻ 6x + 3 നമുക്ക് മറ്റൊരു ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൽ കോമൺ ആയതിനെ പുറത്തേക്ക് എടുക്കാം, അതേപോലെ ഇതിലും കോമൺ ആയതിനെ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ 2x² കോമൺ ഏതാണ്? ഇപ്പൊ 2x² എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, 2 × x × x ആണ്. ഇവിടെ x എന്ന് പറയുന്നത് വെറും x ആണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് ഏതായിരിക്കും? x ആണല്ലോ. ഇപ്പൊ x-നെ നമുക്ക് അല്ലെ, ഇപ്പൊ x എന്ന് പറയുന്നത് 1 × x ആണ്. ഇപ്പൊ x-നെ നമുക്ക് എന്താക്കി എടുക്കാം? കോമൺ ആയിട്ട് എടുക്കാം അല്ലെ. ഇവിടുത്തെ ഒരു x ഉം കോമൺ ആണ്, ഇവിടെ x എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ x ഞാൻ ഇവിടെ കോമൺ ആക്കി എടുത്തു. ഇപ്പൊ ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ 2x ഉണ്ട്. ദെൻ ഇവിടെ ബാക്കി എത്ര ഉണ്ട്? 1 ഉണ്ട്, +1. ഓക്കെ, ദെൻ പ്ലസ് ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 6x എന്ന് പറയുന്നത് എത്രയാണ്? 6x എന്ന് പറയുന്നത് 2 × 3 × x അല്ലേ. 2 2 3 6 6 × x 6x. 3 എന്ന് പറയുന്നത് 1 × 3 ആണ് അല്ലേ. അപ്പൊ ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാ? 3 അല്ലേ. അപ്പൊ 3നെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 6xലോട്ട് ബാക്കി എന്താവും? 2x ഉണ്ടാവും. ദെൻ ഇവിടെ 1 അല്ലേ ബാക്കി വരിക, +1 that is equal to 0. അപ്പൊ ഈ ബ്രാക്കറ്റിൽ സെയിം ആയിരിക്കും വരിക കേട്ടോ, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ബ്രാക്കറ്റ് 2x + 1 ഇവിടെയും 2x + 1 ഇവിടെയും സെയിം ആയിരിക്കും വരിക, അതുകൊണ്ട് കൺഫ്യൂഷൻ വേണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഈ ഒന്നാമത്തെ ഇതിൽ കോമൺ ആയിട്ടുള്ള 2x + 1 ആണ്, ഇവിടെയും 2x + 1 ആണ്. അപ്പൊ അത് പുറത്തേക്ക് എടുക്കാം. 2x + 1നെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇൻറ്റു ബാക്കിയുള്ളത് ഇവിടെ എന്താ? x + 3 ആണല്ലോ അല്ലെ. x + 3 that is equal to 0. അപ്പോൾ പഴയ ഒരു ഫോർമാറ്റ് ആയല്ലോ, നേരിട്ട് എഴുതുന്ന ഇങ്ങനെയാണ് വരിക. നമുക്ക് ഇനി ഇവിടുന്ന് കണ്ടുകൂടെ? ഇവിടെ a × b = 0 എന്നുള്ള ഫോർമാറ്റ് അല്ലേ. എന്ന് പറഞ്ഞാൽ 2x + 1 = 0 or x + 3 = 0. ഇനി ഇവിടുന്ന് x ന്റെ വാല്യൂ കണ്ടുകൂടെ? ഈ +1നെ അങ്ങോട്ട് കൊണ്ടുപോവാം, ഈ 2നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ആദ്യം നോക്കൂ, 2x = ഈ +1നെ അങ്ങോട്ട് കൊണ്ടുപോയി -1 ആയി. ദെൻ x = ഈ × 2നെ അങ്ങോട്ട് കൊണ്ടുപോയി ഡിവൈഡ് ബൈ 2 ആവും, -1/2 എന്നായിട്ട് മാറും. ഇതിനെ നോക്കാം, എന്താ വരിക? x = ഈ +3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -3 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ x = -1/2 ആവാം, ഓർ x = -3 ആവാം. ഓക്കെ ആണല്ലോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. 3x² + x - 2 = 0. ആദ്യം നമുക്ക് എയും ബിയും സിയും എന്ന് എടുത്ത് എഴുതാം. ഇവിടെ a 3 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്താൽ മതി. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ 3 ആയതുകൊണ്ട് ഈ x-നെ നമുക്ക് സ്പ്ലിറ്റ് ആക്കി. അപ്പോൾ 2 ഫാക്ടേഴ്സ് കണ്ടെത്തണം. എന്താണ്? 2 ഫാക്ടേഴ്സിന്റെ സം എന്ന് പറയുന്നത് b ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ b 1 ആണ്,
ദെൻ ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് 3 ആണ്, ദെൻ സി -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -6 ആയിരിക്കും അല്ലേ. രണ്ട് നമ്പർ ആഡ് ചെയ്താൽ 1 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. അങ്ങനെയുള്ള നമ്പർ ഏതായിരിക്കും? 1ഉം 6 എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആഡ് ചെയ്താൽ 1 കിട്ടൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2ഉം 3 എടുത്ത് നോക്കാം. നമുക്ക് 2ഉം 3ഉം അല്ലേ. 2 × 3 എന്ന് പറയുന്നത് +6 ആണ് വരിക. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് മൈനസ് ആയിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും, പോസിറ്റീവ് 1 കിട്ടും അല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ -2 എന്ന് കൊടുത്താൽ പോരെ. -2 × +3 എന്ന് പറയുന്നത് -6 ആണ്. ഏതെങ്കിലും ഒന്ന് മൈനസ് ആണെങ്കിൽ ആൻസർ മൈനസ് അല്ലേ വരിക. -2 × +3 എന്ന് പറയുന്നത് 2 × 3 -6 ആണ് വരിക. ദെൻ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ -2 + 3 ആണ്. ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ 3 - 2 എന്ന് പറയുന്നത് 1 അല്ലേ. ഓക്കെ, അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് കിട്ടി. അപ്പൊ നമുക്കൊന്ന് സ്പ്ലിറ്റ് ആക്കാം. എങ്ങനെയാണ് ചെയ്യാം? 3x² ഈ +x നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. -2x + 3x അല്ലെ. നമ്മൾ x കൂട്ടി എഴുതുന്നു എന്ന് മാത്രം. അപ്പൊ എന്താ വരിക? 3x നിന്ന് 2x കുറച്ചാൽ x അല്ലേ കിട്ടുക. ഓക്കെ, -2 = 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊരു ഗ്രൂപ്പ് ആക്കാം, ഈ രണ്ടെണ്ണത്തിന് മറ്റൊരു ഗ്രൂപ്പ് ആക്കാം. 3x² - 2x then plus 3x - 2 = 0. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്നും കോമൺ ആയതിനെ പുറത്തേക്ക് എടുക്കണം അല്ലെ. അപ്പൊ ഇതിൽ 3x² എങ്ങനെയാണ് എഴുതുക? 3 × x × x × 1 ആണ്. 1 നമ്മൾ എഴുതാറില്ല എന്നുള്ളൂ, ഞാൻ ഏതായാലും എഴുതാണ്, കൺഫ്യൂഷൻ ആവണ്ട. ദെൻ ഇതിൽ 2x എന്താണ് കോമൺ ആയിട്ടുള്ളത്? 2x എന്ന് പറയുന്നത് 2 × x അല്ലേ. അപ്പൊ ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഒരു x ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട് അല്ലെ. കോമൺ ആയിട്ടുള്ള x അല്ലേ. അപ്പൊ x ഞാൻ പുറത്തേക്ക് കൊടുത്തു. ദെൻ ബാക്കി ഇവിടെ എന്തുണ്ടാവും? 3x × 1 3x തന്നെ. അപ്പൊ 3x. ദെൻ ഇവിടെ ബാക്കി എന്തുണ്ട്? മൈനസ് ആണ് കേട്ടോ, -2 പ്ലസ്. ഇനി ഇതിനെ കോമൺ ആയിട്ട് ഇപ്പൊ 3x എന്ന് പറയുന്നത് 3 × x ആണല്ലോ അല്ലെ. -2 × 3 × x × 1 കേട്ടോ. -2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് 2 × 1 അല്ലേ. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് ഏതാണുള്ളത്? 1 ആണ്. അപ്പൊ ഇതിലൊന്നും മറ്റു എക്സുകളോ ഒന്നും ഇല്ലെങ്കിൽ 1 ഉണ്ട് എന്നാണ് എന്റെ മീനിങ് കേട്ടോ. 1 എടുക്കാതിരിക്കരുത്, അല്ലെങ്കിൽ തെറ്റിപ്പോവേ. 1 ഇവിടെ ഉണ്ട്, നമ്മൾ നോർമലി അത് എടുക്കാറില്ല. അപ്പൊ ഇവിടെ ഒന്നും കോമൺ ആയിട്ട് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ 1 എടുത്തത് കേട്ടോ. അപ്പൊ 1 × ബാക്കിയുള്ളത് 3x then -2. ഓക്കെ, ഇവിടെ = 0. അപ്പൊ ഇവിടെ 3x - 2 ഇവിടെയും വന്നു, 3x - 2 ഇവിടെയും വന്നു. ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് 0 ആക്കി എടുക്കരുത്, ഇവിടെ 1 ഉണ്ട് കേട്ടോ. 1 × 3x - 2 ആണ് എന്ത്? 3x - 2 എന്ന് മനസ്സിലാക്കണേ. 0 എടുത്തു കഴിഞ്ഞാൽ 0 ആയിട്ട് മാറും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എടുക്കുന്നതാണ് ×1 കൊണ്ട് ഇവിടെ എല്ലാത്തിനും മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇതില് 3x - 2 എന്ന് പറയുന്നത് കോമൺ ആണ്, രണ്ടിലും ഉണ്ട്. അപ്പൊ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദെൻ ബാക്കിയുള്ളത് എന്താണ്? x + 1 അല്ലേ. ഇവിടെ 1 ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എടുക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ x മാത്രമായിട്ട് എടുക്കുമ്പോൾ തെറ്റിപ്പോകും. x + 1 = 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്തൂടെ? ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആവാം അല്ലെ. a × 0 എന്നൊരു ഫോർമാറ്റിലാണ്. അപ്പോ 3x - 2 = 0 or x + 1 = 0. 3x - 2 0 ആവാം, അല്ലെങ്കിൽ x + 1 = 0 ആവാം. ഓക്കെ, ദെൻ 3x = x ന്റെ വാല്യൂ കാണണം. -2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +2 ആയിട്ട് മാറും. ദെൻ x = ഈ 3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ആവും, 2/3 എന്ന് കിട്ടും. ഇവിടെ x = എത്ര കിട്ടും? ഈ +1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -1 ആയിട്ട് മാറും. x = 2/3, x = -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സോൾവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല. ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും അതേപോലെ ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടെയാണ് ഇത്. ഓക്കെ, x = -b ± √b² - 4ac / 2a. അപ്പൊ നമുക്ക് നേരത്തെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ രണ്ട് ഫാക്ടേഴ്സ് കണ്ടെത്തി വാല്യൂസ് കണ്ടെത്തിയിരുന്നു അല്ലെ. അവിടെ എക്സിന്റെ വാല്യൂസ് രണ്ടെണ്ണം കണ്ടെത്തിയില്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും രണ്ട് മെത്തേഡ് ആണ് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ
ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ബി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എയും ബിയും സിയും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അത് കണ്ടെത്തിയിട്ട് നേരെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം പ്രോബ്ലംസ്. നോക്കൂ, സോൾവ് 2x² പ്ലസ് 8x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്ന രീതിയിലാണ് അല്ലേ. രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി എഴുതണം കേട്ടോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാക്കി മാറ്റി എഴുതാം. ഇനി നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാന്ന് അറിയാം. ആദ്യം എയും ബിയും സിയും എടുത്ത് എഴുതാം. എ എത്രയാണ്? 2. a is equal to 2, then b is equal to 8, then c is equal to 8. അത് ആദ്യം നമ്മൾ എടുത്ത് എഴുതുന്നു. എന്നിട്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമ്മൾ നേരെ ഇക്വേഷനിൽ എന്ത് ചെയ്ത് കൊടുക്കാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നോക്കാം നമുക്ക്. എക്സ് ഈസ് ഈക്വൽ, ആദ്യം നമുക്ക് ആ ഇക്വേഷൻ എഴുതി വെക്കാം കേട്ടോ. ഇക്വേഷൻ എല്ലാവരും ഒന്ന് എഴുതി വെക്കണം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇനി നമുക്ക് എയും ബിയും സിയും ഒക്കെ നമ്മളിവിടെ എഴുതിയില്ലേ, ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി, ഇവിടെ ബി എത്രയാണ്? 8 ആണല്ലേ. അപ്പൊ -8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എത്രയാണ്? 8. അപ്പൊ 8 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാണ്? 2 ഇൻറ്റു സി എത്രയാണ്? 8 അല്ലേ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ, 2 ഇൻറ്റു 2, 2 ഇൻറ്റു. ഓക്കെ, കൃത്യമായല്ലോ. ഇനി നമുക്ക് ചെയ്തുകൂടെ? -8 പ്ലസ് ഓർ മൈനസ്, ആദ്യം ഇത് സിംപ്ലിഫൈ ചെയ്യാം. നോക്കൂ, 8 സ്ക്വയർ 64, 8 64 അല്ലേ. മൈനസ് 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 8 64 അല്ലേ, 64 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു -8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 64 മൈനസ് 64 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് അല്ലേ. സീറോയുടെ റൂട്ട് 0 തന്നെയാണ് വരിക. ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ -8 പ്ലസ് 4 മൈനസ് 0യുടെ റൂട്ട് 0 ആണ്, ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും അല്ലേ. ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ നേരെ ഇത് മാറ്റി എഴുതണം. ഒന്നുകിൽ -8 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 4 ആവാം, അല്ലെങ്കിൽ -8 മൈനസ് 0 ഡിവൈഡഡ് ബൈ 4 ആവാം. അത് നമ്മൾ മാറ്റി എഴുതാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -8 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 4 or -8 മൈനസ് 0 ഡിവൈഡ് ബൈ 4. അപ്പോൾ 0 ഒന്നും ഉണ്ടാവില്ല. -8 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് -2 എന്ന് കിട്ടും അല്ലേ. -2 എന്ന് കിട്ടും. ഓർ -8 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് ഓൾസോ -2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. പ്രോബ്ലം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈസി ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ നോക്കുക, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റുക. ദെൻ എയും ബിയും സിയും ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 2x പ്ലസ് 5/x ഈസ് ഈക്വൽ ടു 7. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? അല്ല അല്ലേ. ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു രൂപത്തിലല്ല. അപ്പൊ അങ്ങോട്ട് മാറ്റണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. ഇവിടെ 2x ഡിവൈഡ് ബൈ 1 ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 2x എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 1 ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2x ഇൻറ്റു എക്സ്, അതേപോലെ 1 ഇൻറ്റു 5, അങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കാം. 2x ഇൻറ്റു എക്സ്, ആദ്യം ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ, ദെൻ പ്ലസ്, പിന്നെ ഡിവൈഡ് ബൈ 1 ഉണ്ട് കേട്ടോ. അവിടെ 1 ഇൻറ്റു 5 പ്ലസ് 5 എന്ന് വരും. ഓക്കെ, ദെൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഇത് ഇങ്ങോട്ട് ചെയ്യാം. ഡിവൈഡ് ബൈ 1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് x, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇപ്പോഴും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടില്ല അല്ലേ. അപ്പൊ ഈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ഡിവൈഡ് ബൈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്തുണ്ടാവും, 2x സ്ക്വയർ പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ എക്സ് അങ്ങോട്ട് വരുമ്പോൾ 7x ആയിട്ട് മാറും അല്ലേ. ഇപ്പോഴും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടില്ല. എന്ത് ചെയ്താൽ മതി, ഈ 7x ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം, 2x സ്ക്വയർ ax സ്ക്വയർ എന്നായില്ലേ. ദെൻ ഈ 7x ഞാൻ ആദ്യം ചെയ്താൽ അപ്പൊ നമ്മൾ എന്ത് കിട്ടും, bx എന്നുള്ള ഒരു ഫോർമാറ്റ് കിട്ടൂലേ. അപ്പൊ ഇവിടെ പ്ലസ് 7x ഇങ്ങോട്ട് വരുമ്പോൾ -7x, ഇവിടെ എന്തുണ്ട് +5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറിയല്ലോ.
മാറി അല്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറി. ഇനി നമുക്ക് ചെയ്തൂടെ, എ നമ്മൾ എടുത്തെഴുതുന്നു, എ സീക്വൽ എത്രയാണ് 2 ആണ്, ബി എന്ന് പറയുന്നത് -7 ആണ്, ദെൻ സി എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ എഴുതുന്നു, എന്നിട്ട് നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്താൽ മതി, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു -b ആണ്. അപ്പൊ ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, പ്ലസ് ആണ് വരാൻ. ഇവിടെ ഇക്വേഷനിലുള്ള മൈനസും ഈ ഇവിടെ ബിയുടെ മൈനസും വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ് വരിക. എങ്ങനെയാണ് വരിക, മൈനസ് ദെൻ -7 അല്ലെ, ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് -7 അല്ലേ. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എത്രയാണ്, -7 അല്ലെ, -7 സ്ക്വയർ -4 ഇൻറ്റു എ എത്രയാണ് 2 ആണ്, സി എത്രയാണ് 5 അല്ലേ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസും മൈനസ് പ്ലസ് ആകുമ്പോൾ 7 അല്ലേ, 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -7 ഇൻറ്റു -7 ആണ്. അപ്പോൾ 49 എന്ന് കിട്ടും. ഓക്കെ, 49 എന്ന് കിട്ടും. -4 ഇൻറ്റു 2 8 ഇൻറ്റു 5 40 അല്ലേ, 40 എന്ന് കിട്ടും. 5 8 40. അപ്പോൾ ഡിവൈഡഡ് ബൈ 2, ഇവിടെ നമ്മളോട് 2 ഡിവൈഡ് ബൈ 2 ചെയ്താൽ പോയി 2 കേട്ടോ, മറക്കരുത്. 2 ഇൻറ്റു എ എത്രയാണ് 2 അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് ഓർ മൈനസ് 49 മൈനസ് 40 എന്ന് പറയുന്നത് √9 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. ദെൻ 7 പ്ലസ് ഓർ മൈനസ് √9 എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു 3 ആണ് എന്ത്, 9. 3 സ്ക്വയർ ആണ് 9. അപ്പോൾ √9 എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് ഓർ മൈനസ് 3 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പോൾ ഇതുവരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും, നമ്മൾ നേരെ ഒന്നുകിൽ 7 പ്ലസ് 3 ഡിവൈഡ് ബൈ 4 ആവാം, അല്ലെങ്കിൽ 7 മൈനസ് 3 ഡിവൈഡ് ബൈ 4 ആവാം. സോ എക്സ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 3 ഡിവൈഡ് ബൈ 4 ഓർ 7 മൈനസ് 3 ഡിവൈഡ് ബൈ 4. ഇങ്ങനെയാണ് കിട്ടുക അല്ലേ. അപ്പൊ നോക്കൂ, എക്സ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 3 10 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. ദെൻ ഓർ അല്ലെങ്കിൽ 7 മൈനസ് 3 എന്ന് പറയുന്നത് 4 അല്ലേ, 4 ഡിവൈഡ് ബൈ 4 ആണ്. 4 ഡിവൈഡ് ബൈ 4 ഇത് നമുക്കൊന്ന് ചെറുതാക്കാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5/2 എന്ന് കിട്ടും. ഓർ 4/4 എന്ന് പറയുന്നത് 1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ 2 ആൻഡ് ഓർ എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റണം അല്ലേ. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളൊരു രൂപത്തിലാണ്. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇൻറ്റു ഏത്, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ദെൻ ഒന്നാമത്തെ ടേം ഇൻറ്റു രണ്ടാമത്തെ പ്ലസ് 2 ഇൻറ്റു എക്സ് 2x. ദെൻ സെക്കൻഡ് ഈ എ പ്ലസ് ബി എന്നുള്ളത് ബിന്റെ സ്ഥാനത്ത് 1 ഇൻറ്റു എക്സ് പ്ലസ് എക്സ്, ദെൻ 1 ഇൻറ്റു 2 പ്ലസ് 2 മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ എക്സ് സ്ക്വയർ 2x പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 3x പ്ലസ് 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയല്ലോ. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് ഇക്വേഷൻ? ഓക്കെ, നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -b. എയും ബിയും ഒന്ന് ജസ്റ്റ് ചെയ്താൽ നമുക്ക് എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 3, സി ഈസ് ഈക്വൽ ടു -1 അല്ലേ. മൈനസ് ബി, ബി എത്രയാണ് 3 ആണ്. അപ്പോൾ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി 3 സ്ക്വയർ -4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് -1 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 -4 ഇൻറ്റു 1 ഇൻറ്റു -1. ഇവിടെ മൈനസും ഇവിടെ മൈനസും വന്നുകൊണ്ട് പ്ലസ് ആയിരിക്കും വരിക. ദെൻ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 4 4, ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് 9 പ്ലസ് 4 എന്ന് പറയുന്നത് 30 അല്ലേ. റൂട്ട് 13 ഡിവൈഡ് ബൈ 2. നമുക്ക് ഇതിന് പ്രത്യേക റൂട്ട് ഒന്നുമില്ല, പോയിന്റ് ഒക്കെ വരും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ സിംപ്ലിഫിക്കേഷൻ നടത്തണമെന്നില്ല. ചോദിക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റൂട്ട് കിട്ടുന്ന പ്രോബ്ലം വരാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. എങ്ങനെ
x is equal to -3 plus √13 divided by 2 or -3 minus √13 divided by 2. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം വെറുതെ. നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് √13 എന്ന് പറയുന്നത് 3.6 എന്ന് കിട്ടും അല്ലേ. 3.605 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഡിവൈഡ് ബൈ 2 ഓർ -3 മൈനസ് 3.6 ഡിവൈഡ് ബൈ 2 ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് 3.6 എന്ന് പറയുമ്പോൾ 0.6 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ 0.3. അപ്പോൾ ഇത് നമ്മൾ പോയിന്റ് വരുന്നതുകൊണ്ട് അങ്ങനെ സംതിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടൂല. ശരിക്കും നമുക്ക് ഇവിടെ നിർത്തിയാൽ മതി കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ദെൻ -6.6 ഡിവൈഡ് ബൈ 2 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -3.3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ പ്രോബ്ലത്തിൽ നമുക്ക് ഇവിടെ റൂട്ട് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.